ഏതു ദിവസമാണോ നിങ്ങൾ മൗനമായി സഹിക്കുന്നത് നിർത്തുന്നത് അന്നുമുതൽ ജീവിതം നിങ്ങളുടേതു മാത്രമായി മാറും. ചാണക്യൻ. നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടുകഴിയുമ്പോൾ നിങ്ങളുടെ ചിന്താഗതിയും വേദന സഹിക്കുന്ന രീതിയും സ്വയം കൈകാര്യം ചെയ്യുന്ന രീതിയും എന്നേക്കുമായി മാറും. ജീവിതത്തിൽ ചിലപ്പോൾ ചില ആളുകൾ കടന്നുവരും. അവർക്ക് നിങ്ങളെ തോൽപ്പിക്കണമെന്നല്ല, മറിച്ച് നിങ്ങളെ ഉള്ളിൽ നിന്ന് പതിയെ പതിയെ ഇല്ലാതാക്കണം എന്നായിരിക്കും ആഗ്രഹം. ദിവസവും നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവർ, ഇമോഷണൽ ടോർച്ചർ, നിങ്ങളുടെ വാക്കുകളെ വീണ്ടും വീണ്ടും തരംതാഴ്ത്തുന്നവർ, നിങ്ങളുടെ നന്മയെ പരിഹസിക്കുന്നവർ, നിങ്ങളെ മാനസികമായി തളർത്തി നിങ്ങളുടെ ആത്മാവിനെ കൊല്ലാൻ ശ്രമിക്കുന്നവർ. ഇവർ പുറത്തുനിന്നുള്ളവർ ആകണമെന്നില്ല. ചിലപ്പോൾ സ്വന്തം വീട്ടിലെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നു പറയുന്ന ചതിയന്മാർ, ജോലിസ്ഥലത്തെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർ, അതുമല്ലെങ്കിൽ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ആ വ്യക്തി തന്നെയാകാം. ഒരാൾ നിങ്ങളുടെ ജീവിതം നരകമാക്കുമ്പോൾ ഇനി എന്തു ചെയ്യും എന്നതുമല്ല ചോദ്യം, മറിച്ച് ഇനി എങ്ങനെ സ്വയം രക്ഷിക്കാം എന്നതാണ് യഥാർത്ഥ ചോദ്യം. കാരണം ദിവസവും നിങ്ങളുടെ ബഹുമാനം കവർന്നെടുക്കുന്ന, നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന, നിങ്ങളെക്കൊണ്ട് സ്വയം വെറുപ്പിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ സമാധാനമാണ് മോഷ്ടിക്കുന്നത്. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ സമാധാനം കെടുത്തുന്നവനെ ഉപേക്ഷിക്കുന്നതാണ് ബുദ്ധി. പക്ഷെ ഇത് പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോൾ ആ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം, ഓരോ ദിവസവും സ്വയം സമാധാനിപ്പിക്കുക, ഓരോ രാത്രിയും കരഞ്ഞു തീർക്കുക, ഓരോ തവണയും എല്ലാം ശരിയാകും എന്ന് സ്വയം വിശ്വസിപ്പിക്കുക എന്നത് എത്ര വലിയൊരു മാനസിക യുദ്ധമാണെന്ന്. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചാണക്യനീതിയിലെ ആ അമൂല്യമായ തത്വങ്ങൾ അറിയാൻ പോകുന്നു. അത് ഈ മാനസികമായ കെണിയിൽ നിന്ന് നിങ്ങളെ പുറത്തുകൊണ്ടുവരും. ഇത്തരം നന്ദികെട്ടവരെ എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ ഇവരുടെ വലയിൽ വീഴാതെ സ്വയം രക്ഷിക്കാം, മൗനം വെടിഞ്ഞ് എങ്ങനെ തന്ത്രപരമായി മറുപടി നൽകാം, ഏറ്റവും പ്രധാനമായി ആർക്കും നിങ്ങളുടെ സമാധാനത്തെയോ ബഹുമാനത്തെയോ ആത്മവിശ്വാസത്തെയോ തൊടാൻ പോലും കഴിയാത്ത വിധം നിങ്ങളെ എങ്ങനെ ശക്തനാക്കാം. നിങ്ങൾ മടുത്തെങ്കിൽ, തകർന്നെങ്കിൽ, ഇനി ജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം ഇന്നുമുതൽ നിങ്ങളുടെ മൗനമല്ല, നിങ്ങളുടെ തന്ത്രങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. ആരാണ് നിങ്ങളുടെ ജീവിതം നരകമാക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ചില ആളുകൾ വരും. അവർ പുറമെ കാണാൻ വളരെ നല്ലതായിരിക്കും, പക്ഷെ ഉള്ളിൽ അവർ വിഷമായിരിക്കും. അവർ പതിയെ പതിയെ നിങ്ങളുടെ സന്തോഷത്തെയും ആത്മവിശ്വാസത്തെയും ആത്മാവിനെയും കൊല്ലും. ചാണക്യൻ പറഞ്ഞു, ദുഷ്ടനുമായുള്ള ബന്ധം കത്തുന്ന കനലിൽ കൈവയ്ക്കുന്നതുപോലെയാണ്. ഇത്തരം ആളുകൾ പലപ്പോഴും നമ്മുടെ വളരെ അടുപ്പമുള്ളവരാകാം. ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അമ്മായിയമ്മയോ, ഭർതൃപിതാവോ, സഹോദരങ്ങളോ, ബന്ധുക്കളോ, ബോസോ, സഹപ്രവർത്തകരോ, അല്ലെങ്കിൽ സുഹൃത്ത് എന്ന പേരിൽ കൂടെയുള്ള ചതിയന്മാരോ ആകാം. ഇനി ചോദ്യമിതാണ്, ഒരാൾ സത്യമായും നിങ്ങളുടെ ജീവിതം നരകമാക്കുകയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നിങ്ങളെ മാനസികമായി ചൂഷണം ചെയ്യുന്നതിന്റെ 10 ലക്ഷണങ്ങൾ. 1. നിങ്ങളുടെ ഓരോ തീരുമാനവും തെറ്റാണെന്ന് അവർ വരുത്തി തീർക്കും. 2. നിങ്ങൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടും. 3. എല്ലാ കാര്യത്തിനും കുത്തിപ്പൊക്കുക, ടോൺസ്, തമാശ എന്ന പേരിൽ നിങ്ങളുടെ വികാരങ്ങളെ അപമാനിക്കുക. 4. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ദിവസവും കുറച്ചുകുറച്ചായി ഇല്ലാതാക്കുക. നിനക്കൊന്നിനും കഴിയില്ല, നിനക്ക് അതിനുള്ള ത്രാണിയില്ല, നിന്നോടൊക്കെ ആളുകൾ സംസാരിക്കുന്നത് തന്നെ എന്തിനാണ് എന്നിങ്ങനെ പറയുക. 5. നിങ്ങളുടെ നന്മയെ മുതലെടുക്കുക. നിങ്ങളെല്ലാവർക്കും നല്ലത് ചിന്തിക്കുന്നു, അത് നിങ്ങളുടെ ബലഹീനതയായി മാറുന്നു. 6. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ നാണം കെടുത്തി നിങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാക്കി അവർ എപ്പോഴും മുകളിൽ നിൽക്കാൻ ശ്രമിക്കും. 7. നിങ്ങളുടെ ജോലിയുടെ ക്രെഡിറ്റ് അവർ സ്വയം ഏറ്റെടുക്കും. 8. ഏത് കാര്യത്തിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കും. 9. വികാരികമായി കുറ്റബോധം, ഗിൽട്ടുണ്ടാക്കും. ഞാൻ നിനക്കുവേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും നീ എനിക്കുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. 10. നിങ്ങളിൽ നിന്ന് എപ്പോഴും സഹായം വാങ്ങും, എന്നാൽ അവർ ഒരിക്കലും തിരിച്ചു തരില്ല. നിങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്തും, സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ പറയും. ചാണക്യൻ പറഞ്ഞു, ഏതൊരു വ്യക്തിയാണോ നിങ്ങളുടെ ആത്മാഭിമാനത്തെ അടിച്ചമർത്തുന്നത് അവൻ ബന്ധുവല്ല, ശത്രുവാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉള്ളിൽ പൊള്ളയായവരും ദുർബലരും അസൂയുള്ളവരുമാണ്. നിങ്ങൾ മുന്നേറിയാൽ അവർ പിന്നിലായിപ്പോകുമോ എന്ന ഭയം അവർക്കുണ്ട്. നിങ്ങൾ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും സ്വന്തം കാലിൽ നിൽക്കുന്നതും അവർക്ക് കുത്തലായി അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ഇമോഷണൽ മർഡർ, വികാരികമായ കൊലപാതകം ചെയ്യാൻ തുടങ്ങുന്നത്. നിങ്ങളെപ്പോഴും ആശയക്കുഴപ്പത്തിലും ദുർബലരായും അവരെ ആശ്രയിച്ചും ജീവിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ചാണക്യൻ ഈ മാനസികാവസ്ഥയെയാണ് ഏറ്റവും മാരകമായി കണ്ടത്. ചാണക്യനീതിയുടെ ആദ്യ പാഠം തിരിച്ചറിവാണ് ആദ്യത്തെ പ്രതിരോധം. ചാണക്യൻ പറയുന്നു, സ്വന്തം ശത്രുവിനെക്കുറിച്ച് അറിവില്ലാത്തവൻ യുദ്ധത്തിനു മുൻപേ തോറ്റുകഴിഞ്ഞു. അതുകൊണ്ട് ആദ്യത്തെ പടി അവരോട് യുദ്ധം ചെയ്യുകയല്ല, മറിച്ച് ആരാണ് ശത്രു എന്ന് വ്യക്തമായി കാണുകയും മനസ്സിലാക്കുകയുമാണ്. ശ്രദ്ധിക്കുക, നിങ്ങളിൽ ആരെങ്കിലും വീണ്ടും വീണ്ടും കുറ്റബോധം, ഗിൽറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ വിജയത്തിൽ ആരെങ്കിലും സന്തോഷിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളുടേതല്ല. ആരുടെയെങ്കിലും കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അവർ ടോക്സിക് ആണ്. ആരെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ വിഷമാണ്. ചാണക്യനീതി:
ബഹുമാനം ലഭിക്കാത്ത ഒരിടത്തും നിൽക്കുന്നത് വിഡ്ഢിത്തമാണ്. മൗനം പാലിക്കുന്നത് ബുദ്ധിയല്ല, അതൊരു തന്ത്രം, സ്ട്രാറ്റജിയായിരിക്കണം. പലരും പറയും, എനിക്ക് ആരോടും വഴക്കുണ്ടാക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നു, എതിരാളി അതിരുകടക്കുന്നതുവരെ മാത്രമേ മൗനം പാലിക്കുന്നവൻ സുരക്ഷിതനായിരിക്കൂ. ആരെങ്കിലും ദിവസവും നിങ്ങളുടെ ജീവിതം നരകമാക്കുകയാണെങ്കിൽ മൗനം നിങ്ങളുടെ ബലഹീനതയായി മാറുന്നു. കാരണം നീ എന്നെ വേദനിപ്പിച്ചോളൂ, ഞാനൊന്നും പറയില്ല എന്നൊരു അനുവാദം നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്. ഇനി തന്ത്രം മെനയേണ്ട സമയമാണ്. ചാണക്യതന്ത്രം 1. മൗനത്തിൽ ശക്തിയുണ്ട്, പക്ഷെ കൃത്യസമയത്ത് മറുപടി അനിവാര്യമാണ്. നിരീക്ഷിക്കുക, ഒബ്സർവ്, പക്ഷെ തീർച്ചയായും പ്രകടിപ്പിക്കുക. എതിരാളിയുടെ ഓരോ നീക്കവും ശ്രദ്ധയോടെ നോക്കുക. അവരുടെ പാറ്റേൺ മനസ്സിലാക്കുക. പക്ഷേ എവിടെയാണോ ആവശ്യം അവിടെ അവരുടെ പ്രവൃത്തിയെ ശാന്തമായും വ്യക്തമായും ചോദ്യം ചെയ്യുക. വികാരങ്ങളെ, ഇമോഷൻസ് മാറ്റിവെക്കുക. ബുദ്ധികൊണ്ട് ചിന്തിക്കുക. ഇത്തരം ആളുകളെ ഹൃദയം കൊണ്ടല്ല, തലച്ചോറുകൊണ്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. ചാണക്യനീതി: എവിടെയാണോ വികാരം കൊണ്ട് തീരുമാനമെടുക്കുന്നത് അവിടെ നഷ്ടം സംഭവിക്കും. നിങ്ങളുടെ പ്രതികരണം നിയന്ത്രിക്കുക. അവർക്ക് ദേഷ്യം വരുത്താൻ അവസരം കൊടുക്കരുത്. മറിച്ച് അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലെന്ന് പെരുമാറുക. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അവരെ തീർത്തും അവഗണിക്കുക. ഇഗ്നോർ എന്നതാണ് ഏറ്റവും വലിയ പ്രതികാരം. സ്വയം വിലമതിക്കുക. സെൽഫ് വർത്ത് അവേക്കനിംഗ്: ഒരാൾ നിങ്ങളുടെ ജീവിതം നരകമാക്കുമ്പോൾ അവർ ആദ്യം ആക്രമിക്കുന്നത് നിങ്ങളുടെ സ്വയം മൂല്യത്തെയാണ്, സെൽഫ് വർത്ത്. അതുകൊണ്ട് ആദ്യത്തെ മറുപടി സ്വയം തിരിച്ചറിയുക എന്നതാണ്. നിങ്ങൾ ദുർബലനല്ല എന്ന് സ്വയം ഓർമ്മിപ്പിക്കണം. നിങ്ങളുടെ ഉള്ളിൽ വലിയ ശക്തിയുണ്ട്. അത് ഭയത്തിലും കുറ്റബോധത്തിലും അവരുടെ വികാരികമായ കളിയിലും പെട്ട് മറഞ്ഞുപോയതാണ്. ചാണക്യൻ പറയുന്നു, സ്വയം വിശ്വാസമില്ലാത്തവന് ഒരു യുദ്ധത്തിലും ജയിക്കാൻ കഴിയില്ല. അതിരുകൾ, ബൗണ്ടറീസ് വയ്ക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ തകർന്നുപോകും. ഇതാണ് എന്റെ പരിധി, ഇത് മറികടന്നാൽ ഞാനിനി മിണ്ടാതിരിക്കില്ല എന്ന് വ്യക്തമാക്കുക. ഓരോ ടോക്സിക് വ്യക്തിയിൽ നിന്നും വൈകാരികമായ അകലം പാലിക്കുക. സംസാരം പരിമിതപ്പെടുത്തുക. മറുപടി നൽകുക, പക്ഷേ അത് അന്തസ്സോടെയാകണം. എല്ലാ അപമാനങ്ങളും മിണ്ടാതെ സഹിക്കുന്നത് നിർത്തുക. കാരണം ദിവസവും ഏൽക്കുന്ന മുറിവുകൾ ഒരുനാൾ ആത്മാവിനെ ചോരയിൽ മുക്കും. ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ വേദന മാത്രമാണ് കൊണ്ടുവരുന്നതെങ്കിൽ, അവർ ദിവസവും നിങ്ങളെ മാനസികമായി കൊല്ലുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടാകാം, പക്ഷേ ഉള്ളിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തീരുമാനിക്കുക, ഇനി ഞാൻ വെറുതെ അതിജീവിക്കുകയല്ല, ഇനി ഞാൻ ജയിക്കും. കാരണം ഇന്നു മുതൽ നിങ്ങൾ ചാണക്യന്റെ തന്ത്രങ്ങൾ കൊണ്ടാണ് കളിക്കാൻ പോകുന്നത്. ഇനി ആർക്കും നിങ്ങളുടെ ജീവിതം നരകമാക്കാൻ കഴിയില്ല. ഇവർ നിങ്ങളെ എന്തിനാണ് തകർക്കാൻ ആഗ്രഹിക്കുന്നത്? ചാണക്യൻ പറഞ്ഞു, മറ്റുള്ളവരുടെ വിജയം ഏറ്റവും കൂടുതൽ വേദന നൽകുന്നത് മൂഢന്മാർക്കും അസൂയയുള്ളവർക്കുമാണ്. ഇത് മനസ്സിലാക്കൂ സുഹൃത്തേ. ആരെങ്കിലും നിങ്ങളെ വീണ്ടും വീണ്ടും താഴ്ത്തിക്കെട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നന്മയെ കളിയാക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ്: നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുക. എന്തിന്? കാരണം നിങ്ങൾ ദുർബലനായിരിക്കുന്നിടത്തോളം നിങ്ങൾ അവരുടെ വാക്ക് കേട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ അവരോട് ചോദ്യം ചോദിക്കില്ല. അവരുടെ തന്ത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഏറ്റവും പ്രധാനമായി നിങ്ങൾ അവരുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇത്തരക്കാരുടെ ചിന്താഗതി എങ്ങനെയാണ്? ശ്രദ്ധിച്ചു കേൾക്കൂ. ഓരോ ദ്രോഹികളും ഒരു പാറ്റേണിലാണ് പ്രവർത്തിക്കുന്നത്. 1. പവർ ഗെയിം: അവർക്ക് എപ്പോഴും നിങ്ങളെ അടക്കി ഭരിക്കണം. നിങ്ങളുടെ തീരുമാനങ്ങൾ പോലും അവർ നിയന്ത്രിക്കണം. 2. ഗിൽറ്റ് ട്രാപ്പ്: ഞാൻ നിനക്കുവേണ്ടി എല്ലാം ചെയ്തു, എന്നിട്ടും നീ മാറിപ്പോയി, നീ എന്നെ മനസ്സിലാക്കിയില്ല എന്നു പറഞ്ഞ് നിങ്ങളാണ് തെറ്റുകാരൻ എന്ന് തോന്നിപ്പിക്കും. അവർക്ക് സ്വന്തം കാര്യം മാത്രമേയുള്ളൂ. അവരുടെ വികാരം, അവരുടെ വേദന, അവരുടെ അവസ്ഥ, അതുമാത്രമേ അവർക്ക് വലുതായുള്ളൂ. 3. താരതമ്യപ്പെടുത്തൽ: കമ്പാരിസൺ ട്രാപ്പ്: അവർ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യും. നോക്ക്, അവൻ എത്ര നല്ലതാണ്, നിന്നേക്കാൾ ഭേദമാണ്. 4. അട്ടിമറി സാബോട്ടേജ്: നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ നിരുത്സാഹപ്പെടുത്തും, അല്ലെങ്കിൽ അത് നശിപ്പിക്കും. ചാണക്യൻ പറഞ്ഞു, ആയുധവുമായി വരുന്നവനല്ല ശത്രു, മറിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം കവർന്നെടുക്കുന്നവനാണ് യഥാർത്ഥ ശത്രു. നിങ്ങളുടെ ബലഹീനത അവർ എങ്ങനെ തിരിച്ചറിയുന്നു? ടോക്സിക്കായ ആളുകൾ നല്ല നിരീക്ഷകരാണ്. നിങ്ങൾ വികാരികമായി ലോലനാണെന്നും, സോഫ്റ്റ് പെട്ടെന്ന് കുറ്റബോധത്തിൽ വീഴുമെന്നും, വഴക്കിടാൻ പേടിയാണെന്നും, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇഷ്ടമല്ലെന്നും, എന്നോ എന്ന് പറയാൻ അറിയില്ലെന്നും അവർ പെട്ടെന്ന് മനസ്സിലാക്കും. ഈ കാര്യങ്ങളാണ് അവർക്ക് നിങ്ങളെ തകർക്കാൻ അവസരം നൽകുന്നത്. ഉദാഹരണം, നിങ്ങൾ കുടുംബത്തിൽ ഏറ്റവും ശാന്തനായ വ്യക്തിയാണെന്ന് കരുതുക. എല്ലാവരുടെയും വാക്ക് കേൾക്കുന്നു, ഒരിക്കലും മറുപടി പറയുന്നില്ല. എങ്കിൽ പതിയെ ചിലർ നിങ്ങളെ അവരുടെ ഇമോഷണൽ പഞ്ചിങ് ബാഗാക്കി മാറ്റും. എല്ലാ തെറ്റും നിങ്ങളുടേതാകും. എല്ലാ കുത്തലും നിങ്ങൾ കേൾക്കേണ്ടിവരും. എന്നിട്ട് അവർ പറയും, നീ വിവരമുള്ളവനല്ലേ, അതുകൊണ്ട് നീ ക്ഷമിക്ക് എന്ന്. ഈ മൗനം പതിയെ നിങ്ങളുടെ ആത്മാവിനെ കൊന്നു തുടങ്ങും. എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇവരുടെ വലയിൽ വീഴുന്നത്? നമുക്കറിയാം അവർ തെറ്റാണെന്ന്. എന്നിട്ടും നമ്മൾ എന്തിനു പെട്ടുപോകുന്നു? 1. സ്നേഹം, ഇമോഷണൽ അറ്റാച്ച്മെന്റ്: നമ്മൾ അവരെ സ്നേഹിക്കുന്നു, അവർ മാറുമെന്ന് നമ്മൾ വെറുതെ വിചാരിക്കുന്നു. 2. പ്രതീക്ഷ, ഹോപ്പ് സിൻഡ്രോം: അടുത്ത തവണ അവർ നന്നായി പെരുമാറുമെന്ന് കരുതുന്നു, പക്ഷേ അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. 3. സമൂഹത്തെ പേടി, സോഷ്യൽ ഫിയർ: ഞാൻ ഈ ബന്ധം ഉപേക്ഷിച്ചാൽ നാട്ടുകാർ എന്തു പറയും? ലോകം എന്നെ തെറ്റിദ്ധരിക്കുമോ? 4. സ്വയം മതിപ്പില്ലായ്മ,
ലോ സെൽഫ് വർത്ത്. ആരെങ്കിലും എപ്പോഴും നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കാൻ തുടങ്ങുന്നു. ചാണക്യനീതി: നിങ്ങൾ സ്വയം താഴെയാണെന്ന് കരുതിയാൽ ലോകം നിങ്ങളെ ഒരിക്കലും ഉയരത്തിൽ കാണില്ല. ചാണക്യന്റെ കളി: അവരുടെ ഗെയിം മനസ്സിലാക്കി തകർക്കുക. എതിരാളി തന്ത്രശാലിയാണെങ്കിൽ യുദ്ധം ശക്തികൊണ്ടല്ല ബുദ്ധികൊണ്ടാണ് ജയിക്കേണ്ടത്. 1. തിരിച്ചറിയുക. അവൻ ഗെയിം കളിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അവന്റെ ഓരോ കുത്തലും ഗിൽറ്റ് ട്രാപ്പും ഒരു മൈൻഡ് ഗെയിമാണ്. 2. കണ്ണാടിയാകരുത്. അവർ അലറിയാൽ നിങ്ങൾ തിരിച്ചലറരുത്. അവർ താഴ്ത്തിക്കെട്ടിയാൽ പുഞ്ചിരിച്ചുകൊണ്ട് അവഗണിക്കുക. ചാണക്യൻ പറഞ്ഞു, വിഡ്ഢിയോട് തർക്കിക്കുന്നത് സ്വന്തം സമയം കൊല്ലുന്നതിന് തുല്യമാണ്. 3. ഉള്ളിൽ നിന്ന് ശക്തനാകുക. പുറമെ മിണ്ടാതിരുന്നാൽ മാത്രം പോരാ, ഉള്ളിൽ നിന്ന് സ്വയം എഴുന്നേൽക്കണം. ദിവസവും സ്വയം പറയുക, ഞാൻ ദുർബലനല്ല, ഞാൻ യോഗ്യനാണ്, ഞാൻ ആരുടെയും അടിമയല്ല. 4. സ്വയം ഒരു വാക്ക് നൽകുക, ഇനി ഞാൻ എന്നെ ചെറുതായി കാണാൻ സമ്മതിക്കില്ല. അവർ മാറാൻ തയ്യാറല്ലെങ്കിൽ എന്തു ചെയ്യണം? വെട്ടിമാറ്റുക, കട്ട് ഓഫ്. അതെ, കൈപ്പേറിയ സത്യം. നിങ്ങളുടെ ആത്മാവിന് വിഷം നൽകുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ തുടരാൻ യോഗ്യരല്ല. ഇതിന്റെ അർത്ഥം എല്ലാ ബന്ധങ്ങളും തകർക്കുക എന്നല്ല, പക്ഷെ ഇമോഷണൽ ഡിസ്റ്റൻസ്, വൈകാരികമായ അകലം പാലിക്കുക. അവരെ ആശ്രയിക്കുന്നത് നിർത്തുക. സംസാരം കുറയ്ക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചാണക്യൻ: നിങ്ങളുടെ ഉയർച്ചയിൽ ദുഃഖിക്കുന്ന വ്യക്തി, അവൻ ഏതു മുഖമുള്ളവനായാലും ശത്രുവാണ്. ആരെങ്കിലും നിങ്ങളുടെ ജീവിതം നരകമാക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ആളുകൾക്കിഷ്ടമുള്ള പോലെ തല്ലിയുടയ്ക്കാൻ നിങ്ങൾ കളിപ്പാട്ടമല്ല. മിണ്ടാതിരുന്നാൽ ചാരമാക്കുന്ന തീയാണ് നിങ്ങൾ. ഇന്നു മുതൽ നിങ്ങൾ സ്വയം എഴുന്നേൽക്കും, സ്വയം സംരക്ഷിക്കും. ഇനി ആരെയും നിങ്ങളുടെ ആത്മാഭിമാനം കൊണ്ട് കളിക്കാൻ അനുവദിക്കില്ല. ചാണക്യൻ പറഞ്ഞു, ശത്രുവിനെ നേരിടാൻ വാളല്ല, ബുദ്ധിയാണ് വേണ്ടത്. ഒരാൾ ദിവസവും നിങ്ങൾക്ക് വിഷം തരുന്നുണ്ടെങ്കിൽ, സംശയവും ബലഹീനതയും നിറയ്ക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കവനെ കൊല്ലാൻ കഴിയില്ല. പക്ഷെ മൗനം കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയും. ശബ്ദമുയർത്താതെ നൽകാൻ കഴിയുന്ന 5 മാരകമായ മറുപടികളിതാ. ഇത് കണ്ടാൽ എതിരാളി തകർന്നുപോകും. 1. നിങ്ങൾ എന്റെ സമാധാനം അർഹിക്കുന്നില്ല. ഡിസെൻഗേജ് വിതൗട്ട് ഡ്രാമ. ചാണക്യനീതി: സമാധാനം കളഞ്ഞുകൊണ്ട് ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ബന്ധമല്ല. എന്തു ചെയ്യണം? വഴക്കിടാതെ വൈകാരികമായി പിൻവാങ്ങുക. തർക്കമില്ല, മറുപടിയില്ല, വെറും തണുപ്പൻ മൗനം, കോൾഡ് സൈലൻസ്. എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് മാത്രം പറയുക. ടോക്സിക്കായ ആൾക്ക് നിങ്ങളുടെ ശ്രദ്ധയാണ് വേണ്ടത്. നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരുടെ ശക്തി ചോർന്നുപോകും. ഉദാഹരണം: അമ്മ എല്ലാ കാര്യത്തിലും കുറ്റം പറയുന്നു. നിങ്ങൾ വഴക്കിടാതെ സ്വന്തം കാര്യങ്ങൾ അമ്മയുമായി പങ്കുവെക്കുന്നത് നിർത്തുന്നു. ആദ്യത്തെ ദിവസം അവർ ഞെട്ടും. 10ാം ദിവസം അവർ അസ്വസ്ഥരാകും. പിന്നെ അവർ തന്നെ ചോദിക്കും, എല്ലാം ഓക്കെയല്ലേ? ഇതാണ് മൗനത്തിന്റെ ചാണക്യനീതി. 2. ഞാൻ ദുർബലനാണെന്ന് നിങ്ങൾ കരുതുന്നു. ആ ചിന്ത മാറ്റേണ്ടിവരും. കൺട്രോൾ പവർ പ്രൊജക്ഷൻ. ചാണക്യൻ: ലോകം ദുർബലനെന്ന് കരുതുന്നവന്റെ മൗനമാണ് ഏറ്റവും വലിയ ആയുധം. എന്തു ചെയ്യണം? നിങ്ങളുടെ സോഫ്റ്റായ രീതി മാറ്റുക. എതിരാളിയെ ഞെട്ടിക്കുക. അലറാതെ, വഴക്കിടാതെ. ഒരു ദിവസം അവരുടെ മുഖത്തു നോക്കി പറയുക, നിങ്ങളുടെ എല്ലാ വാക്കിലും വിഷമുണ്ട്, അത് കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ ചിന്തിക്കാത്ത എന്തെങ്കിലും ശക്തമായ തീരുമാനമെടുക്കുക. ടോക്സിക് ആളുകൾക്ക് പ്രവചിക്കാൻ കഴിയുന്നവരെയാണ് ഇഷ്ടം. നിങ്ങളൊരു പരിധി നിശ്ചയിക്കുമ്പോൾ അവർക്ക് അരക്ഷിതാവസ്ഥ, ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. 3. ഞാൻ നിങ്ങളെ ഡീകോഡ് ചെയ്തു കഴിഞ്ഞു. സൈക്കോളജിക്കൽ മാസ്റ്ററി. ചാണക്യനീതി: ശത്രുവിന്റെ ചിന്ത മനസ്സിലാക്കിയാൽ അവന്റെ തന്ത്രം ഫലിക്കില്ല. അവരുടെ വാക്കുകളെ വൈകാരികമായി എടുക്കരുത്, അതിലെ ഉദ്ദേശം കണ്ടെത്തുക. അവർ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം നീ വളരുന്നതിൽ എനിക്ക് ഭയമുണ്ട് എന്നാണ്. ഓരോ തവണയും അവർ നിങ്ങളെ തകർക്കാൻ നോക്കുമ്പോൾ സ്വയം പറയുക, ഇത് അവരുടെ ഇൻസെക്യൂരിറ്റിയാണ് സംസാരിക്കുന്നത്, എന്റേതല്ല. ഇത് മാനസികമായ യുദ്ധമാണ്. നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ല, പകരം അവരുടെ കളി മനസ്സിലാക്കുന്നു. 4. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ടോട്ടൽ ഡിറ്റാച്ച്മെന്റ്. ചാണക്യൻ: സ്വന്തം വ്യക്തിത്വം മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ കണ്ടെത്തുന്നവൻ ഒരിക്കലും സ്വതന്ത്രനാകില്ല. എന്തു ചെയ്യണം? അവർ എന്തു ചിന്തിക്കുന്നു എന്നതിന് ഒരു വിലയും കൊടുക്കരുത്. അവരുടെ അഭിനന്ദനത്തിനോ അംഗീകാരത്തിനോ കാത്തുനിൽക്കരുത്. സ്വയം പറയുക, എനിക്കെന്റെ കണ്ണിൽ നല്ലവനാകണം, അല്ലാതെ അവന്റെ കണ്ണിലല്ല. അവർ നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ ശാന്തമായി പറയുക, ഓ, നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ശരി. നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുമ്പോഴാണ് അവർ ജയിക്കുന്നത്. നിങ്ങൾക്ക് അവരുടെ ആവശ്യമില്ല എന്ന് വരുമ്പോൾ അവർക്ക് പ്രസക്തിയില്ലാതാകുന്നു. 5. ഞാൻ എന്റേതായ ലോകം പടുത്തുയർത്തും. ബിൽഡിംഗ് അൺഷേക്കബിൾ സെൽഫ്. ചാണക്യൻ: മറ്റുള്ളവരെ ആശ്രയിക്കുന്നവൻ എന്നും ദുഃഖിതനായിരിക്കും. എന്തു ചെയ്യണം? സ്വന്തമായി ഒരു ലോകമുണ്ടാക്കുക. പുതിയ സുഹൃത്തുക്കൾ, പുതിയ ലക്ഷ്യം, പുതിയ ദിനചര്യ. ടോക്സിക് ആളുകൾ ഉള്ള ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ നിറയ്ക്കുക. ജിം, ധ്യാനം, പുതിയ കഴിവുകൾ, വരുമാനം. അവരില്ലാതെ നിങ്ങൾ കൂടുതൽ സന്തോഷവാനാണെന്ന് അവരെ കാണിക്കുക. ടോക്സിക് ആളുകളെ തോൽപ്പിക്കാൻ ഇതിലും വലിയൊരു വഴിയില്ല. യഥാർത്ഥ ഉദാഹരണം: 25 വയസ്സുള്ള ഒരു പെൺകുട്ടി. അച്ഛൻ ദിവസവും അവളെ കുറ്റപ്പെടുത്തുമായിരുന്നു. നിനക്കൊന്നിനും കഴിവില്ല എന്ന് പറയും. അവൾ എന്നും കരയുമായിരുന്നു.
ഒരു ദിവസം അവൾ മൗനം വെടിഞ്ഞു. ഒരൊറ്റ കാര്യം പറഞ്ഞു: അച്ഛാ, എനിക്കിപ്പോൾ അച്ഛനെ പേടിയില്ല. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അവൾ ജോലി കണ്ടെത്തി, വീട്ടിൽ സംസാരം കുറച്ചു, സ്വന്തം ലോകമുണ്ടാക്കി. 2 വർഷത്തിനുശേഷം അച്ഛന്റെ സ്വരം മാറി. നീ പഴയ പോലെയല്ല, നീ വല്ലാതെ സ്ട്രോങ് ആയി എന്ന് പറഞ്ഞു. ഇതാണ് ചാണക്യനീതിയുടെ ഫലം. ആരെങ്കിലും നിങ്ങളുടെ ജീവിതം നരകമാക്കുന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്യണമെന്നില്ല, പക്ഷേ മറുപടി കൊടുക്കണം. ആ മറുപടി നിങ്ങളെത്തന്നെ വലിയവനാക്കി മാറ്റുക എന്നതാണ്. ചാണക്യൻ പറഞ്ഞു: ശത്രുവിനെ കൊല്ലണമെന്നില്ല, അവനെ പശ്ചാത്താപത്തിന്റെ തീയിലെരിച്ചാൽ മതി. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തവൻ മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടും. ലോകം നിങ്ങളെ മാറ്റാൻ നോക്കും, പക്ഷെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ശക്തനായില്ലെങ്കിൽ ഓരോ തവണയും നിങ്ങൾ തകർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചാണക്യൻ പറഞ്ഞു: സ്വന്തം കവചം സ്വയം നിർമ്മിക്കുക, എങ്കിലേ ജീവിതയുദ്ധം ജയിക്കൂ. എന്താണ് ആന്തരിക ശക്തി? ഇന്നർ സ്ട്രെങ്ത്. ശരീരത്തിന്റെ ശക്തിയല്ല, ശക്തമായ ചിന്തയാണ്. തല്ലുകൂടലല്ല, ശരിയായ സമയത്ത് മിണ്ടാതിരിക്കുകയും ശരിയായ സമയത്ത് മറുപടി നൽകുകയുമാണ്. വികാരങ്ങളെ നിയന്ത്രിക്കലാണ്. ചാണക്യന്റെ 3 തൂണുകൾ: മൈൻഡ്, ഇമോഷൻ, സ്പിരിറ്റ്. 1. മനസ്സ്. മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് ആത്മാവിന്റെ വിജയം. സെൽഫ് ടോക്ക് പോസിറ്റീവാക്കുക. രാവിലെ എഴുന്നേറ്റ് പറയുക: ആരുടെയും അംഗീകാരമില്ലാതെ തന്നെ ഞാൻ യോഗ്യനാണ്. നിങ്ങളെ തകർക്കുന്ന വാക്കുകൾ വീണ്ടും വീണ്ടും ഓർക്കരുത്. ഓരോ അപമാനത്തെയും ഒരു പാഠമാക്കുക. 2. വികാരം, ഇമോഷൻ, വൈകാരികമായ സന്തുലിതാവസ്ഥ. ഏതു വാക്കാണ് നിങ്ങളെ പെട്ടെന്ന് വേദനിപ്പിക്കുന്നത്? ആ ട്രിഗർ പോയിന്റ് മനസ്സിലാക്കുക. ധ്യാനം ചെയ്യുക. വൈകാരികമായി ആരെയും ആശ്രയിക്കാതിരിക്കുക. ആരുടെയെങ്കിലും അംഗീകാരത്തിനു വേണ്ടി കരയുന്നത് നിർത്തുക. 3. ആത്മാവ്, സ്പിരിറ്റ്, ആത്മാവിന്റെ തീ. ലക്ഷ്യം കണ്ടെത്തുക. വെറുതെ തിന്നാനും ഉറങ്ങാനും മാത്രമല്ല നമ്മൾ ജനിച്ചത്. കഷ്ടപ്പാടുകൾ സഹിച്ചു മുന്നേറുക. മരം കത്തുമ്പോഴേ വെളിച്ചമുണ്ടാകൂ. നിങ്ങളെ അജയ്യനാക്കുന്ന 7 ശീലങ്ങൾ. 1. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക. ചാണക്യൻ ഇതിനെ ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ധ്യാനകാലം എന്ന് വിളിക്കുന്നു. 2 ദിവസവും 30 മിനിറ്റ് ഒറ്റയ്ക്കിരിക്കുക, ഫോണില്ലാതെ. ഞാനിന്ന് മെച്ചപ്പെട്ടോ എന്ന് സ്വയം ചോദിക്കുക. 3. ദിവസവും പുതിയ എന്തെങ്കിലും പഠിക്കുക. അറിവിനേക്കാൾ വലിയ ആയുധമില്ല. 4. സ്വയം ബഹുമാനത്തിനു വേണ്ടി എന്നോ ഇല്ല എന്ന് പറയാൻ പഠിക്കുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. 5. ദിവസവും കണ്ണാടിയിൽ നോക്കി സ്വയം ചിരിക്കുക. നിങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക. 6. ഉറങ്ങുന്നതിനു മുൻപ് സ്വയം ക്ഷമിക്കുക. ഇന്ന് പറ്റിയ തെറ്റ് നാളെ ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കുക. 7. ഓരോ അപമാനത്തിനും ഒരു പോസിറ്റീവ് ആക്ഷനിലൂടെ മറുപടി നൽകുക. നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ പഠിച്ച് ജയിച്ചു കാണിക്കുക. ചാണക്യന്റെ 4 മനഃശാസ്ത്ര കവചങ്ങൾ. 1. മൗനകവചം, എല്ലാത്തിനും മറുപടി പറയേണ്ടതില്ല. 2. അറിവിന്റെ കവചം, വിശദീകരണം നൽകേണ്ട ആവശ്യം വരാത്ത വിധം സ്വയം തയ്യാറെടുക്കുക. 3. മൂല്യകവചം, വാല്യൂ ഷീൽഡ്, ഞാൻ എന്തിനുവേണ്ടി നിലകൊള്ളുന്നു എന്ന വ്യക്തത. 4. ഡിറ്റാച്ച്മെന്റ്, എനിക്ക് അവരിൽ നിന്ന് ഒരു പ്രതീക്ഷയുമില്ല എന്ന ചിന്ത. യഥാർത്ഥ ഉദാഹരണം: 22 വയസ്സുള്ള ഒരു പയ്യൻ. കോളേജിൽ എല്ലാവരും അവനെ കളിയാക്കുമായിരുന്നു. വസ്ത്രത്തിന്റെ പേരിൽ, സംസാരത്തിന്റെ പേരിൽ അവൻ മിണ്ടാതിരുന്നു. പക്ഷേ ഉള്ളിൽ തകർന്നു. ഒരു ദിവസം അവൻ മാറ്റം തുടങ്ങി. ധ്യാനം ചെയ്തു, പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചു, സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇന്ന് അവനെ കളിയാക്കിയവർ തന്നെ അവന്റെ വീഡിയോ ഷെയർ ചെയ്യുന്നു. കാരണം അവൻ ഇപ്പോൾ തോൽപ്പിക്കാൻ കഴിയാത്തവനായി മാറി. പുറമേ ശക്തനായി കാണിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ ഉള്ളിൽ കല്ലുപോലെ ഉറച്ചവനെ ആർക്കും ഇളക്കാൻ കഴിയില്ല. ഇത്രയും സഹിച്ചിട്ടും ഇവൻ എങ്ങനെ ചിരിക്കുന്നു എന്ന് ആളുകൾ അത്ഭുതപ്പെടണം. അതാണ് നിങ്ങളുടെ മറുപടി. ക്ഷമിക്കുക, പക്ഷെ മറക്കരുത്. ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നു: ക്ഷമിക്കുന്നത് സജ്ജനങ്ങളുടെ ഗുണമാണ്, പക്ഷേ അത് വിഡ്ഢികൾക്കുള്ളതല്ല. ഒരാൾ നിങ്ങളുടെ ജീവിതം നരകമാക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒരിക്കൽ ക്ഷമിക്കുന്നത് ബുദ്ധിയാണ്, പക്ഷെ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നത് വിഡ്ഢിത്തമാണ്. മാനസികമായ ഭാരം കുറയ്ക്കാൻ ക്ഷമിക്കുക, പക്ഷേ അവർ നിങ്ങളെ എങ്ങനെ തകർത്തു എന്നത് മറക്കരുത്. എങ്കിലേ വീണ്ടും ആ കുഴിയിൽ വീഴാതിരിക്കൂ. അപമാനത്തിന് വിജയത്തിലൂടെ മറുപടി നൽകുക. ചാണക്യൻ പറയുന്നു: ശത്രുവിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി നിങ്ങൾ അവന്റെ ചിന്തകൾക്കും മുകളിൽ വളരുന്നതാണ്. ആരെങ്കിലും നിങ്ങളുടെ ജീവിതം നരകമാക്കിയാൽ മിണ്ടാതെ വിജയിച്ചു കാണിക്കുക. അവരുടെ പേരുപോലും പറയാതെ നിങ്ങൾ വിജയിക്കുന്ന ദിവസം അവരുടെ അഹങ്കാരം തോൽക്കും. പ്രതികാരം ചെയ്യുന്നത് താൽക്കാലിക ആശ്വാസം തരും, പക്ഷെ കഴിവ് തെളിയിക്കുന്നത് ജീവിതം തന്നെ മാറ്റും. നിങ്ങളുടെ ഊർജ്ജം അവരോട് തല്ലുകൂടാൻ കളയരുത്. പകരം നിങ്ങളെ വേദനിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ സ്വയം വളർത്താൻ ഉപയോഗിക്കുക. ശക്തിയേക്കാൾ അപകടകാരിയാണ് സഹനശക്തി. നിങ്ങൾ സഹിച്ചു മുന്നേറുമ്പോൾ ലോകം തലകുനിക്കും. നിങ്ങളെ താഴെയിടാൻ നോക്കുന്നവരുടെ ഏറ്റവും വലിയ പേടി നിങ്ങൾ അവർക്ക് എത്താൻ കഴിയാത്ത ഉയരത്തിലെത്തുമോ എന്നതാണ്. ആരും പ്രതീക്ഷിക്കാത്ത ആളായി നിങ്ങൾ മാറുക. ആളുകൾ നിങ്ങളെ തകർക്കാൻ നോക്കുമ്പോൾ അവർ കരുതുന്നത് നിങ്ങൾ ചിതറിപ്പോകും എന്നാണ്. അവിടെയാണ് നിങ്ങൾ കളി മാറ്റേണ്ടത്. ഒരിക്കലും തോൽക്കരുത്, തളരരുത്. അവരെ ഞെട്ടിക്കുന്ന എന്തെങ്കിലും ചെയ്യണം എന്ന് ചിന്തിക്കുക. പുതിയ കഴിവുകൾ പഠിക്കുക. സ്വന്തം ജീവിതം ഡിസൈൻ ചെയ്യുക. സ്വയം ഇത്രയും ശക്തനാക്കുക. ഇവനെയാണോ നമ്മൾ തകർക്കാൻ നോക്കിയത് എന്നോർത്ത് അവർ ഭയപ്പെടണം.
നിങ്ങളെ ദുർബലൻ എന്നവർ കരുതുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ കളി തുടങ്ങുക. ചാണക്യന്റെ ആഴമേറിയ തത്വം: ബലഹീനത ഒരിക്കലും കാണിക്കരുത്, ശക്തി ഒരിക്കലും പറയരുത്. അർജുനൻ ഗാണ്ഡീവമെടുത്തപ്പോൾ ശത്രുക്കൾ വിറച്ചു. കാരണം അവർക്കറിയാം ഇനി വാക്കുകളല്ല, അമ്പുകളാണ് സംസാരിക്കുക എന്ന്. അതുപോലെ നിങ്ങളുടെ ക്ഷമ നശിക്കുമ്പോൾ ലോകത്തിന് നിങ്ങളുടെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുക. സ്വയം മനസ്സിലാക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ താൽപ്പര്യമില്ല. അതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾക്കായി സ്വയം പോരാടുക. അവസാനമായി, നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം മറ്റൊരാളാകാൻ അനുവദിക്കരുത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരെ സൈഡാക്കുക. സമയം, ഊർജം, ശ്രദ്ധ എല്ലാം സ്വയം നൽകുക. മൗനം ബലഹീനതയല്ല, അത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ്. കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത: നിങ്ങളെ ദ്രോഹിക്കുന്നവൻ നിങ്ങൾ അവന്റെ കൈക്കെത്താത്ത ഉയരത്തിലെത്തുമ്പോൾ മാത്രമേ നിർത്തുകയുള്ളൂ. സുഹൃത്തുക്കളെ, ആരെങ്കിലും നിങ്ങളുടെ സമാധാനം കെടുത്തുന്നുണ്ടെങ്കിൽ സഹിക്കരുത്. ചാണക്യൻ പറയുന്നു, ബഹുമാനമില്ലാത്ത ഒരിടത്തും ഒരു നിമിഷം പോലും നിൽക്കരുത്. ജീവിതം ഒന്നേയുള്ളൂ. അത് മറ്റൊരാളുടെ ക്രൂരത സഹിച്ചു തീർക്കാനുള്ളതല്ല. നിങ്ങൾ ആരുടെയും അടിമയല്ല. ആത്മാഭിമാനമാണ് നിങ്ങളുടെ സമ്പത്ത്. നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്നവർ നിങ്ങളുടെ ജീവിത പങ്കാളിയല്ല, ഭാരമാണ്. ഇനി തീരുമാനമെടുക്കേണ്ട സമയമാണ്. സമാധാനത്തിനും സ്വപ്നങ്ങൾക്കും വേണ്ടി എഴുന്നേറ്റ് നിൽക്കണോ, അതോ ആജീവനാന്തം ഇരയായി ജീവിക്കണോ? നിങ്ങളെ എന്നും എരിച്ചുകൊണ്ടിരിക്കുന്ന ആ തീയിൽ വെള്ളമൊഴിക്കുക. അതിനെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുക. തീരുമാനം നിങ്ങളുടേതാണ്. ഇന്ന് നിങ്ങൾ സ്വയം എഴുന്നേറ്റ് നിന്നാൽ നാളെ ലോകം നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും.